പാർട്ടി സെക്രട്ടറി MLA അതുകൊണ്ട് കാര്യമൊന്നുമില്ല. MLA എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിവില്ലാവളായിരിക്കണം. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ അതൊരു മാഷൊന്നുമല്ല, അയാൾ ഡ്രില്ല് മാഷാണ്. വാചകം അടിക്കും, പുസ്തകം വായിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് അടിച്ച് പ്രസംഗിക്കുന്നതല്ലാതെ ജനങ്ങൾക്കൊരു ഉപകാരമൊന്നും ഇവരെ കൊണ്ടൊന്നുമില്ല. ഇവരവരെ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും എതിരാളികൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ അടിച്ചു നിരത്തുക, അവരൊക്കെ കിണറിൽ വിഷം കലക്കുക, കഴുകും തെങ്ങും കൊത്തിക്കളയുക. അപ്പൊ പേടിച്ചിട്ടാണ് ജനങ്ങൾ വോട്ട് മാറ്റും. ആ ജനങ്ങളുടെ വോട്ടാണ് ഈ മാറുന്നത്. അങ്ങനെ മാറുന്ന സ്വിംഗ് വോട്ടുകൾ ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ജനങ്ങൾ മടുത്തു. MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ലെന്നാണോ? MLA എന്നില്ലെന്ന് പറഞ്ഞാൽ അല്ല, MLA എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിൽ വരുന്നില്ലല്ലോ, ഉദ്ഘാടനത്തിന് മാത്രമല്ലേ വരുന്നുള്ളൂ. MLA എന്ന് പറഞ്ഞിട്ട് മണ്ഡലത്തിലേക്കൊന്നും വരുന്നില്ല. അദ്ദേഹത്തിനെ ഇപ്പം യാത്ര നടത്താനും വാചകടിക്കാനോ ഇല്ലല്ലോ. ഇവിടുന്ന് കേരളയിൽ വരും, എന്നിട്ട് ആരുടെ അപ്പം കൊണ്ടുപോയി വിൽക്കാം എന്നില്ല വാക്കുകൾ പറയുന്നതല്ലാതെ ജനങ്ങൾക്ക് ഉപകാരത്തിനൊന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടുമില്ല. എന്നാലും വേണ്ട ജനങ്ങൾ വിശ്വസിക്കാൻ. സംസ്ഥാനത്ത് എത്ര സീറ്റ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ UDF? സംസ്ഥാനത്ത് ഒരു 80-85 സീറ്റിൽ മുകളിൽ UDF കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ണൂര് ഒരു UDF അനുകൂല സാഹചര്യം ഉണ്ടാവോ? ഭൂരിപക്ഷങ്ങളെങ്കിലും കുറയോ? കണ്ണൂര് സീറ്റ് കിട്ടും. കണ്ണൂര് ഭൂരിപക്ഷം UDF ഭൂരിപക്ഷം കിട്ടില്ലെങ്കിലും പയ്യന്നൂരൊന്നും പറയാൻ പറ്റില്ല. പയ്യന്നൂർ എന്തായാലും കിട്ടൂല, കാരണം അവര് പിടിച്ചെടുക്കുകയും പയ്യന്നൂരിന്റെ കാര്യം എങ്ങനെയാന്ന്. തൃക്കരിപ്പൂര് നല്ലൊരു ലീഗ് സ്ഥാനാർത്ഥിയോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ അവിടെ മത്സരിച്ചാൽ ആ സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ മണ്ഡലത്തിൽ, തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഗോവിന്ദൻ മാഷ് MLA എന്നുള്ള രീതിയിൽ നല്ല പുരോഗതിയാണ്. ഇതുവരെ ഉണ്ടാകാത്ത ഒരു 50 വർഷത്തിന് മുമ്പ് ഉണ്ടാകാത്ത പുരോഗതിയാണ് കൈവരിച്ചത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ മൊത്തം പറശ്ശിനിക്കടവ്, ബോട്ടുചെട്ടി, അതുപോലെ ധർമ്മശാല, അതുപോലെ ചെറവക്കൽ ഹാപ്പിനെസ് ക്ഷേത്രങ്ങളിലേക്ക് പ്രത്യേകിച്ചിട്ട് രാജരാജേശ്വര ക്ഷേത്രം റോഡ് നവീകരിച്ചിട്ട് 2 സൈഡും ലൈറ്റ്, അതുപോലെ ആ രീതിയിൽ പറശ്ശിനിക്കടവ്, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ഒരു 3ാം തുടർ ഭരണം തന്നെയാണ് ഉണ്ടാവുക കേരളത്തിൽ. അതെല്ലാം വെറുതെ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. നിഷ്പക്ഷമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇതുവരെ ഒരു MLA പോലും നടപ്പിലാക്കാത്ത പദ്ധതികളാണ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. പാർട്ടി സെക്രട്ടറിയാണ്, മത്സരിക്കുന്നില്ല, ശരിയാണ്. അതെ. ഒരു നിങ്ങളുടെ MLA എന്നുള്ള നിലയ്ക്ക് MLA മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി അല്ല, MLA ഇപ്പം സംസ്ഥാന സെക്രട്ടറി ആണല്ലോ. അതിനാണല്ലോ പ്രാധാന്യം. ഒരു MLA കാട്ടി ഒരു മുഖ്യമന്ത്രിനെ കാട്ടി ഏറ്റവും വലിയ പദവിയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളത്. അത് അദ്ദേഹം ആ പദവി തന്നെയാണ് തുടരുക. സംസ്ഥാന ഭരണമാറ്റം ഉണ്ടാവില്ല, തുടർ ഭരണം തന്നെയായിരിക്കും. പിണറായിയുടെ നേതൃത്വത്തിലുള്ള 3ാം ഗവൺമെൻറ് അധികാരത്തിൽ വരും. ഇല്ല. സാധാരണഗതിയിൽ മനുഷ്യന്മാരെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നതാണെങ്കിൽ ഇതുപോലെയുള്ളൊരു ഭരണം സാധാരണക്കാർക്ക്, അടിസ്ഥാനപരമായിട്ട് പാവപ്പെട്ടവർക്ക് നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ഭരണം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ പെൻഷൻ 2000 ആക്കിയില്ലേ. അതുപോലെ വീട്ടമ്മമാർക്ക് 1000 രൂപ. അങ്ങനെ ഇപ്പം ഈ കുടുംബശ്രീക്ക് 2 ലക്ഷം റുപ്യയുടെ ഇൻഷുറൻസ്. അങ്ങനെ വിവിധ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ പുരോഗതികളാണ് കൈവരിക്കുന്നത്.